കേരളത്തിലെ HIV റേറ്റ് എന്താണ് ഇപ്പോൾ നിങ്ങൾ പറയൂ? ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന രാവിലെ ഏറ്റവും കൂടുതൽ HIV റേറ്റ് കേരളത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ്. ഏതെങ്കിലും ഒരു കല്യാണ നിശ്ചയം നടത്തുന്ന സമയത്ത്, ആലോചന നടത്തുന്ന സമയത്ത് പെണ്ണിന്റെയും ചെക്കന്റെയും HIV പരിശോധിക്കണമെന്ന് ഇനി സർക്കാർ പറയേണ്ടി വരും. ഇത് സർക്കാർ അനൗൺസ് ചെയ്യേണ്ടി വരും. HIV കാരണം ഇത് പെറ്റി വരുമോ അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ഇപ്പൊ HIV ഉണ്ടാകുന്നത് പണ്ട് പറഞ്ഞ സെക്സ് നടത്തുന്നതുകൊണ്ട് മാത്രമല്ല, മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടും സിറിഞ്ചുകൾ മാറി മാറി കുത്തുന്നതുകൊണ്ടും ഒക്കെ HIV പകരുന്നുണ്ട്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ബോധേടാണോ? എല്ലാവരും കല്യാണം നടത്തിപ്പിക്കാനും പ്രജനനം നടത്തിപ്പിക്കാനും പിന്നെ കൊച്ചുങ്ങളെ താരാട്ട് പാടാനും കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ, ഒരു 10-40 വർഷത്തെ അവരുടെ മൊത്തം അധ്വാനം ഒറ്റ ദിവസം കൊണ്ട് പൊടിച്ച് കാശാക്കി കണ്ണ് മഞ്ചലിപ്പിച്ച് കളയാൻ നിൽക്കുന്ന പേരൻസ്, കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഹെൽത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഏതെങ്കിലും അച്ഛനമ്മമാർ കേരളത്തിലുണ്ടോ? കേരളത്തിൽ എത്ര അച്ഛനമ്മമാർ കല്യാണം ഇതുവരെയുള്ള, എന്നെ ഇനി കേൾക്കാൻ പോകുന്ന അച്ഛനമ്മമാരോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബോധവും വിവരമുള്ളവരാണ്. കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് പരിശോധിക്കുക, HIV പരിശോധിക്കുക, ഏതെങ്കിലും സാംക്രമിക രോഗം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ വിവാഹം എന്ന് പറയുന്ന വാഗ്ദാനം നൽകി ഒരാളെ സെക്സ് നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണ്. ഈ സെക്സും ഈ പറയുന്ന വിവാഹവും ഒക്കെ എന്തോ അതിപരിപാവനമായ ഒന്നാണെന്നും അത് അങ്ങനെ തന്നെ നിലനിന്നാലേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ്.